ദിലീപ് മലയാള സിനിമയിൽ കത്തിനിൽക്കുന്ന സമയം. ദിലീപിന്റെ 100ാം സിനിമയൊരുക്കാൻ ഒരു നവാഗതൻ വരുന്നു എന്നതിൽ തന്നെ ശ്രദ്ധിച്ച ഒരു സംവിധായകനാണ് തോംസൺ. ജോസ് തോമസ്, ഹരിദാസ്, അൻസാർ കലാഭവൻ, ജോണി ആന്റണി, സന്ധ്യ മോഹൻ, ബെന്നി പി തോമസ് തുടങ്ങി കച്ചവട സിനിമകൾക്ക് ഒരു കാലഘട്ടത്തിൽ വലിയ സംഭാവന കൊടുത്ത സംവിധായകർക്കൊപ്പം അസിസ്റ്റന്റ്, അസോസിയേറ്റ്, ചീഫ് അസോസിയേറ്റ് തുടങ്ങിയ നിലകളിലെല്ലാം പ്രവർത്തിച്ച ശേഷമാണ് തോംസൺ സ്വതന്ത്രനാവുന്നത്. 2010-ൽ ഉദയകൃഷ്ണ CB-K തോമസിന്റെ രചനയിൽ കാര്യസ്ഥൻ ആണ് തോംസൺ ആദ്യമായി സംവിധാനം ചെയ്തത്. ദിലീപിന്റെ 100ാം സിനിമ എന്ന നിലയിൽ വൻ പ്രതീക്ഷയോടെ വന്ന കാര്യസ്ഥൻ തിയേറ്ററുകളിൽ വൻ വിജയം നേടി. സിനിമയിലെ പാട്ടുകളും നല്ല ഹിറ്റായി. കാര്യസ്ഥൻ വൻ വിജയം നേടിയതോടെ കുറച്ചുകൂടി വലിയ ക്യാൻവാസിൽ മൾട്ടിസ്റ്റാർ ചിത്രവുമായിട്ടാണ് തോംസൺ 2013-ൽ രണ്ടാമത് വന്നത്. ഉദയകൃഷ്ണ CB-K തോമസ് തന്നെ രചന നിർവഹിച്ച പ്രൊപ്പറേറ്റർസ്, കമ്മത്ത് ആൻഡ് കമ്മത്ത് എന്നാൽ പ്രതീക്ഷകൾ തെറ്റിച്ചു. മമ്മൂട്ടിയും ദിലീപും നായകന്മാരായ ഈ സിനിമയിൽ തമിഴ് നടൻ ധനുഷ് ഗസ്റ്റ് റോളിലും എത്തിയിരുന്നു. എല്ലാം കൊണ്ടും ഹൈപ്പിന്റെ കൊടുമുടി കേറിയ ചിത്രമായിട്ടും പ്രേക്ഷക പ്രതികരണം പോസിറ്റീവായിരുന്നില്ല. എന്നിരുന്നാലും സിനിമ ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടു എന്ന് തോന്നുന്നില്ല. പിന്നീട് തോംസൺ സിനിമയൊന്നും ചെയ്തിട്ടില്ല. ചെയ്ത 2 സിനിമകളും നന്നായി തന്നെ മേക്ക് ചെയ്തിട്ടുണ്ട് ഇദ്ദേഹം. എന്നിട്ടും കമ്മത്ത് ആൻഡ് കമ്മത്തിന് ശേഷം 13 വർഷമായി സിനിമയൊന്നും ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്ന് വ്യക്തമല്ല. ഉദയകൃഷ്ണ CB-K തോമസ് കൂട്ടുകെട്ടിലെ CB-K തോമസിന്റെ സഹോദരൻ കൂടിയാണ് തോംസൺ. ചെറിയ റോളുകളിലൊക്കെ ചില സിനിമകളിൽ അഭിനയിച്ചിട്ടുമുണ്ട്. സ്നേഹിതൻ സിനിമയിലെ വേഷമൊക്കെ അത്യാവശ്യം ശ്രദ്ധിക്കപ്പെട്ടതുമാണ്. ഒരു തിരിച്ചുവരവ് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു.